കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ട 3 സംസ്ഥാനങ്ങൾ എൻഐഎ റെയ്ഡ്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് റെയ്ഡ് നടക്കുന്നത്. കേസിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 7 പേർ ഒളിവിലാണ്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം ശ്രീകാന്തിൽ പോകുന്നു. ശ്രീകാന്ത്, കൊച്ചിയിൽ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്, അല്ലെങ്കിൽ കേരളത്തിൽ? ഹഷ്മി, കൊച്ചിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇടപ്പള്ളി മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ 1 വർഷം മുൻപ് ഈ പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതി, ഈ 7 പേരിൽ ഒരാൾ അവിടെ ഒളിവിൽ താമസിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഐഎ ബംഗളൂരു യൂണിറ്റ് റെയ്ഡ് നടത്തുന്നത്. പരിശോധന ഇപ്പോഴും തുടരുന്നു എന്ന വിവരം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ യൂണിറ്റിനെ, കൊച്ചി എൻഐഎ യൂണിറ്റിന് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് അവരുടെ പരിശോധന തുടങ്ങിയത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കലടക്കം നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ അബ്സ്കോണ്ടിംഗ് ആയിട്ടുള്ള 7 പേർക്കായി തെരച്ചിൽ നടക്കുന്നത്. എറണാകുളത്ത് ഇടപ്പള്ളി മേഖല കേന്ദ്രീകരിച്ച് ഒരാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു 1 വർഷം മുൻപ്. അയാളുടെ അന്ന് എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്, അയാൾക്ക് സഹായം ചെയ്തു നൽകിയത് ആരൊക്കെ തുടങ്ങിയ വിവരം കൂടി അറിയുന്നതിന് വേണ്ടിയാണ് പരിശോധന നടക്കുന്നത്. ഓക്കെ, പൂപ്പറമ്പ് കൂടി ചേരുന്നു. അരുൺ, ഈ 2022 ഈ പറയുന്ന പ്രസ്തുത സംഭവം ഉണ്ടാവുന്നത്. 2 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഈ റെയ്ഡ് എന്തുകൊണ്ടാണ്? കാശ്മീർ സൂചിപ്പിച്ചത് 2022 ജൂലൈ 26 ദക്ഷിണ കന്നഡ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രവീൺ നെട്ടാരുവിനെ ബെല്ലാരിയിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. അതിലെ മുഴുവൻ പ്രതികളും ഈ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. 19 പ്രതികളെ നേരത്തെ ഈ എൻഐഎ കൈമാറിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ കുറ്റപത്രം ഉൾപ്പെടെ നൽകിയതാണ്. കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു കൊലപാതകം നടത്തി, അതൊരു ഭീകരപ്രവർത്തനം എന്ന രീതിയിലൊക്കെ അതിൻ്റെ ഒരു പരാമർശം ഈ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. അതിലിപ്പോഴും 7 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് എന്നതാണ് എൻഐഎ പറയുന്നത്. ആ 7 പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറ്റു പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകൾ, പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളായി 16 ഇടങ്ങളിലാണ്. കേരളത്തിൽ 2 ഇടങ്ങളിൽ, കൊച്ചിയിലും എറണാകുളത്തും അതോടൊപ്പം തന്നെ കാസർഗോട്ടും പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ചെന്നൈയിലും ഈ കുടക്, കർണാടകയിലെ കുടക്, മടിക്കേരി ഭാഗങ്ങളിലും ഇപ്പോൾ ഈ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന വിവരം ഇതുവരെ എൻഐഎ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ആഷ്മി, ഓക്കെ, പ്രവീൺ നെട്ടാരു വധക്കേസിലെ ബാക്കി പ്രതികളുള്ള ഒരു പൈച്ചർ 1-ാം പ്രതി അറസ്റ്റ് ചെയ്തതാണ്. ബാക്കി പ്രതികളെ തേടിയുള്ള റെയ്ഡ് 2 വർഷങ്ങൾക്കിപ്പുറം പല സ്ഥലങ്ങളിലായി ഇപ്പോൾ പുരോഗമിക്കുകയാണ്.